ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റാണ് ലോങ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങളങ്ങ് ക്ഷമിച്ചാളി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു സിമ്പിൾ റെസിപ്പി ഇതിൽ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ലേശം വെളിച്ചെണ്ണയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങൻ്റെ നീര് ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വിനീഗർ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല കുഴച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈവച്ച് തന്നെ മസാല പുരട്ടിയിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. പക്ഷെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വെക്കാഞ്ഞത്. നിങ്ങൾ കുറച്ച് നേരത്തെ പുരട്ടി വെച്ചാൽ നന്നായിട്ട് മസാല പിടിച്ച് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ഫ്രൈ പാനിലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. വട്ടത്തിൽ സൈഡിലേക്ക് മാറി നിൽക്കും, സെൻറ്ററിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചിക്കൻ പീസും ഇങ്ങനെ വട്ടത്തിൽ സൈഡിൽ കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഒരു കരിഞ്ഞ മാതിരി ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും. കുറച്ച് വലിയ പീസുകളാണല്ലോ, അതുകൊണ്ട് സാധാരണ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് എല്ലുള്ള പീസായതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചതാണ്. പിന്നെ ഒരു ഉള്ളിയുടെ ഹാഫ് എടുത്തിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചിക്കന് ഹാഫ് കുക്കായിട്ടാണ് കേട്ടോ ഈ ഉള്ളി ചേർക്കുന്നത്. അപ്പോഴാണ്, അല്ലെങ്കിൽ അത് ഒരുമാതിരി കരിഞ്ഞ മാതിരി ഉണ്ടാവും. കടിക്കുന്ന മാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ചിക്കൻ്റെ കൂടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കുറച്ച് തോനെ ചേർത്താലും കുഴപ്പമില്ല, കുറച്ച് ചേർത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണമൊക്കെ മാറി കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ തേങ്ങയും കൂടി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുറമേക്കൊക്കെ നല്ല സ്മെല്ലിങ്ങനെ പോകും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതേ സാധനം റെഡി ആയിട്ടുണ്ട്. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് മിസ്സാക്കാതെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.